മൂന്നാറിലെ വ്യാജ പട്ടയ കേസുകൾ സിബിഐക്ക് വിട്ടേക്കും. കേസിൽ സിബിഐ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കയ്യേറ്റക്കാർക്ക് പോലീസ് വഴി നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. വ്യാജ പട്ടയം നൽകി ഉദ്യോഗസ്ഥൻ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തെന്നും കോടതി ചോദിച്ചു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് ചേരുന്നുണ്ട്. എബി, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനു പിന്നാലെ നടപടിയിലേക്ക് നീങ്ങുന്നു. പോലീസ് വഴി നേരിട്ട് നോട്ടീസ് നൽകാനും നിർദ്ദേശമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2.5 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആ ഒരു കേസിലാണ് നിർണായകമായിട്ടുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാറി മാറി വരുന്ന നിരവധിയായിട്ടുള്ള സർക്കാരുകളുണ്ടെങ്കിലും മൂന്നാറിലെ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണിപ്പോൾ ഹൈക്കോടതി നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സിബിഐയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനു മുമ്പ് പ്രതികളുടെ അല്ലെങ്കിൽ ഈ കുറ്റാരോപിതരുടെ അല്ലെങ്കിൽ പ്രതികളുടെ പരാതിക്കാരുടെയൊക്കെ വാദം കേൾക്കേണ്ട സാഹചര്യമില്ല. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായം മാത്രം കേട്ടാൽ മതി എന്നൊരു കാര്യമാണ് ഹൈക്കോടതി രാവിലെ വ്യക്തമാക്കിയത്. അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഈ കേസ് വീണ്ടും പരിഗണിച്ചു. രാവിലെ രൂക്ഷമായിട്ടുള്ള വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി അതിന്റെ നിലപാടുകൾ കടുപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ 530 പരം പട്ടയങ്ങളാണ് ഇത്തരത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത്. രവീന്ദ്രൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ പട്ടയങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രവീന്ദ്രൻ പട്ടയം വിഷയം എന്ന് തന്നെയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രവീന്ദ്രനെതിരെ ഒരു തരത്തിലുള്ള കേസുകളും എടുത്തിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഇത് രാവിലെയും ഇക്കാര്യം തന്നെ ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യമായിരുന്നു. ആവർത്തിച്ച് ഹൈക്കോടതി ഈ രവീന്ദ്രനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയ ഒരാൾക്കെതിരെ എങ്ങനെയാണ് ഒരു കേസ് പോലും ഇല്ലാതിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മുഖേന നോട്ടീസ് നൽകുക എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി വന്നിരിക്കുന്നു. അത് ജില്ലാ പോലീസ് മേധാവി അക്കാര്യത്തിൽ ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സബ് കളക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി ഹൈക്കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകാൻ കഴിയാത്തത് എന്നുള്ളതായിരുന്നു സബ് കളക്ടർ കോടതിയെ അറിയിച്ചത്. ഒപ്പം തന്നെ ഇതിന്റെ പരിഹാരം എന്നോണം പത്രത്തിൽ മാധ്യമങ്ങളിൽ പരസ്യം നൽകും എന്നുള്ളൊരു കാര്യം കൂടി സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. സർക്കാർ ഇത്രയും വലിയ രീതിയിലുള്ള ഈ ക്രമക്കേടുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകാതിരുന്നത്? 42 കേസുകളാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ പരാജയപ്പെട്ടതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള അപ്പീലിന് പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോകാനോ ഈ സ്ഥലം തിരിച്ചു പിടിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സർക്കാരുകളും അത്തരത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രവീന്ദ്രനെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിലവിലെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്. മൂന്നാറിലെ വ്യാജ പട്ടയ കേസുകളിൽ കൂടുതൽ നടപടിയിലേക്ക് ഹൈക്കോടതി നീങ്ങുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കയ്യേറ്റക്കാർക്ക് പോലീസ് വഴി നോട്ടീസ് നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് എബി തോമസ് നൽകിയത്.